ഇപ്പൊ മാത്രം ഒരാളോട് ചോദിച്ചിട്ട് അതെന്താണെന്ന് മനസ്സിലാക്കുക. രണ്ട്, യാത്രയ്ക്ക് മുമ്പുള്ള പഠനം. ഞാൻ ഇപ്പോൾ ഈ സഞ്ചാരത്തിന് അത്രയും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുന്നുണ്ട്. യാത്രയ്ക്ക് മുമ്പുള്ള പഠനം എത്ര ഡെപ്തിൽ പോകും, ഏത് പോകണം. ഒരു ഗ്രാമത്തിൽ ചെല്ലുന്നത് പോലും ആ ഗ്രാമത്തിൽ എന്തുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് ആദ്യം അവിടെ ചെല്ലുന്നത് തന്നെ. പുനാഖയിലേക്ക് പോകുന്ന വഴിക്ക് എന്തൊക്കെയുണ്ട്, പോകുന്ന വഴിക്ക് നമുക്ക് എന്തൊക്കെ മിസ് ചെയ്യാൻ പാടില്ലാത്തതുണ്ട്, അതിന്റെ ചരിത്ര പ്രാധാന്യം എന്ത്, ഈ ചരിത്ര പ്രാധാന്യം അനുസരിച്ചാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. നമുക്ക് സമയത്തിന്റെ ലഭ്യത ഓരോ ദിവസം വ്യത്യസ്തമാണ്. അപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നതിനെ ചിലപ്പോൾ എന്താ വെച്ചാൽ ഈ ചരിത്രം പഠിക്കാത്ത ഒരാൾ ലെസ് പ്രയോറിറ്റി ഉള്ള സാധനങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ട് അവസാനം പ്രയോറിറ്റി ഉള്ളത് വരുമ്പോഴത്തേക്ക് സമയം വൈകിട്ടാവും, രാത്രിയാവും. അപ്പോൾ ഈ പഠിക്കാതെ പോകുന്നുണ്ടാകുന്ന പ്രശ്നം. ഇപ്പോൾ പാക്കേജ് ടൂറുകളിൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ പഠിച്ചിട്ടുണ്ടാവും, അവർ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ തന്നെ നല്ല ടൂറുകൾ വരുമ്പോൾ അവർ ഇത്ര സമയം അവിടെ സ്പെൻഡ് ചെയ്യുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഒരു 3-4 സ്ഥലങ്ങളിലൊക്കെ ഒരു ലിമിറ്റ് ചെയ്യും, അല്ലെങ്കിൽ 4 ദിവസം. ഞാനൊരു യാത്രയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നാളത്തെ യാത്ര ഞാൻ തനിച്ച യാത്ര ചെയ്യുന്നെങ്കിൽ ഒരു 10-12 സ്ഥലത്തെങ്കിലും ഞാൻ ഇറങ്ങി ഷൂട്ട് ചെയ്ത് ആയിരിക്കും പോയിട്ടുണ്ടാവുക. ചില ഗ്രാമങ്ങളിൽ, ചില ചായക്കടകളിൽ, ചില കൃഷി നടക്കുന്ന ഗ്രാമങ്ങളിൽ. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി, ഞാനൊരു വാടകയ്ക്കെടുത്തൊരു വണ്ടിയായിരിക്കും. അപ്പോൾ ഡ്രൈവറോ ഗൈഡോ പറഞ്ഞാൽ മനസ്സിലാവും. അവരുമായിട്ട് ആദ്യം തന്നെ ഒരു റാപ്പോ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഈ കൺസെപ്റ്റ് എന്താണെന്ന് ഞാൻ ഇന്ന് തലേദിവസം തന്നെ ഇരുത്തി വിളിച്ച് പറഞ്ഞു കൊടുക്കും. അവർ ആ പ്രോഗ്രാമുകൾ കാണിക്കും അവരെ. അപ്പോൾ അവർക്കൊരു ഐഡിയ ആവും. അപ്പോൾ അവർ ഇങ്ങോട്ട് കുറച്ച് സജഷൻസ് തരും. അപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ കാണും, ഒരു ടൂറല്ല. ദാറ്റ്സ് നമ്മളൊരു കല്യാണം കൂടാൻ പോകുന്നതും നമ്മളാണ് കല്യാണം നടത്തുന്നതെങ്കിലുള്ള വ്യത്യാസം. ഇപ്പം നാളെ ഞാൻ വരുന്നത് ഞാൻ കല്യാണം കൂടാൻ നിങ്ങളോടെ പോയത്. സാറിന്റെ ഓരോ